ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൂണും ഉരുളക്കിഴങ്ങും ചേർത്തുണ്ടാക്കുന്ന ഒരു സ്നാക്സ് പരിചയപ്പെടാം. അതിനുവേണ്ടി ആദ്യം കൂൺ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 വലിയ വെളുത്തുള്ളി അല്ലികൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം എൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂൺ ചേർത്ത് കൊടുക്കുകയാണ്. കടയിൽ നിന്ന് വാങ്ങിയ കൂണാണിത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കൂണിലെ വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ട് ഡ്രൈ ആയി വെന്ത് വരണം. അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം കാണാൻ സാധിക്കും കൂണിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ആണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചൂടോടുകൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന ഒരു വലിയ മുട്ടയാണ്. അന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമുക്ക് സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഒരുപാടങ്ങ് സ്റ്റിക്കി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും അവസാനം കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് വേണം ചെറിയ ഉരുളകളായിട്ട് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരു നാരങ്ങ വലിപ്പമുള്ള ഉരുള ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പരത്തുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ കൂണ് ഇട്ട് കൊടുക്കുക. കുറച്ച് മൊസറല്ല ചീസും ചേർത്ത് കൊടുക്കുക. കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് കുറച്ച് മാവെടുക്കുക. എന്നിട്ട് കൈകൊണ്ട് പരത്തിയെടുക്കുക. ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് എല്ലാ വശങ്ങളും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഷാലോ ഫ്രൈ ആണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഓരോന്നും റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാറ്റീസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ പൊട്ടറ്റോ മഷ്റൂം പാറ്റീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും റെസിപ്പിയുമായി കാണുമ്പോഴേക്കും ബൈ.